നല്ല ടാഗ് കിട്ടുന്നുണ്ട്. ഇല്ല കേസ് നമ്മള് തിരിച്ചടിച്ചു തരും ഉറപ്പായിട്ടും. ബ്രാവോ ഇവന് ബാൻ കിട്ടുവോ? വാടാ ഊത്ത് ശിഖണ്ഡി നിനക്ക് തരാൻ വാ. നീ ലവർ റിമോ കൊടുക്കണം. എടാ ഊത്തേ, ഇതിനെ കുറിച്ച് ഇങ്ങനെ ഇപ്പോഴാണ് അറിയുന്നത്. നീയൊക്കെ റീടർഫ് കളിച്ചിട്ട് അതെടുത്തിട്ട് പോയാ മതി. ஒரு பறவை அது பேரு பருந்த, அந்த பருந்து கீழே 100 பசங்க. എങ്കിൽ മാത്രമേ ടാറ്റിക്സ് ആണോ നീല് പറഞ്ഞത്? എന്താ അത് ആലോചിച്ചു വിടടാ. മോബി നിൽക്കുന്നിടത്ത് വണ്ടി കുത്തിയിട്ട് അവരുടെ ടയർ പൊട്ടിക്കാന്നാണ് അവൻ പറഞ്ഞത്. നല്ല ടാഗ് കിട്ടുന്നുണ്ട്. ഓ ജൂഡ് എടുത്തിട്ട് അവര് കറങ്ങുന്നു കിട്ടി. സ്നൈപ്പ് വീണു. ജുഗ്രു ഒരു പിക്ക് എടുത്തു. വിസ്ഡം ഒരു പിക്ക് എടുത്തു. ജോഡക്സ് അശ്വിൻ ഒരു പിക്ക് എടുത്തു. രണ്ടുപേരും വീണു. ജോഡക്സ് അശ്വിൻ വില്ലുവിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ടീമിലെ പ്ലേയേഴ്സ് അവർക്ക് കുറെ പേര് ജുഗ്രുവിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു പുഷ് ഫ്രം ഫ്ലെക്സർ. നല്ലൊരു പുഷ് ഫ്രം 5-6 പ്ലേയേഴ്സ്. ഹിറ്റാച്ചി അസൻസിയോ ദാമോടെ കയറി വന്ന് ഹിറ്റാച്ചി ഡൗൺ ആയിരിക്കുകയാണ്. സ്റ്റീവ് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സ്റ്റീവ് അസ്രിയൽ നിൽക്കുന്ന ഒരു ഏരിയ വളരെ പൊട്ടിത്തെറിച്ചാൽ ചത്തുപോകും. സ്റ്റീവ് അസ്രിയൽ ഫ്ലെക്സറിനെ ഫയർ ചെയ്യുന്നുണ്ട്. അസൻസിയോ ഫയർ ചെയ്യുന്നുണ്ട്. സ്റ്റീവ് അസ്രിയലിനെ തിരിച്ചടിച്ചു തരും ഉറപ്പായിട്ടും. ടീമിയുടെ കയ്യിൽ നിന്നും ഈ ഒരു ടർഫ് നല്ല കളിയായിരുന്നു. അവര് നന്നായിട്ട് കളിച്ചടാ. മാൻ ഡിസഡ്വാൻറ്റേജിൽ നന്നായിട്ട് കളിച്ചു. കുഴപ്പമില്ല. ഇനി എന്നാടാ നമ്മുടെ തിരിച്ച് ടർഫ് ഓപ്ഷൻ എന്നാ? നമുക്ക് സോൺ ഡിസഡ്വാൻറ്റേജ് ഭയങ്കരമായിട്ട് വന്നടാ. ഫ്രൈഡേ ആണോ തോന്നുന്നു. ഫ്രൈഡേ ആണ്. 2 ദിവസത്തേക്കാണോ? 3 ദിവസത്തിനുണ്ടോ അടുത്തത്? 4 ദിവസം. സോൺ ചതിച്ചാണ്. അല്ലല്ലേ സോൺ ചതിച്ചതല്ലടാ. ഇത് ആക്ച്വലി ഉണ്ടല്ലോ, നമുക്ക് സോണും എല്ലാം ബാക്കിയെല്ലാം കിട്ടി മര്യാദക്ക് വന്നാ നമ്മള് റൈറ്റ് റൊട്ടേഷൻ ഡിലേ ആയി പോയതാണ്. നമ്മുടെ റൈറ്റ് റൊട്ടേഷനാണ് ഡിലേ ആയി പോയത് സത്യം പറഞ്ഞ. ഇതല്ല പ്രശ്നം, റൈറ്റ് റൊട്ടേഷനാണ് നമ്മുടെ ഡിലേ ആയി പോയത്. ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല. പ്രഡിക്ഷൻ പോയി. അതെങ്ങനെയാ തരുന്നത്? മാനേജിലാണോ തരുന്നത്? മാനേജ് എന്റെ സബ്മിഷൻ അതെങ്ങനെയാ കൊടുക്കുന്നേ? ഹലോ അളിയാ, ഒന്നെങ്കിൽ സ്ലാഷ് പ്രൊഡിക്ഷൻ അടിക്കുക അല്ലെങ്കിൽ മാനേജ് ക്ലിക്ക് ചെയ്യ്. എന്റെ സബ്മിഷൻ ആണോ കൊടുക്കണ്ടേ? ഓക്കെ, എന്റെ സബ്മിഷൻ കൊടുത്തിട്ട് ചൂസ് ഔട്ട്കം. ഡസ്റ്റർ 3 കിലോ എടുത്തില്ല. 3 കിലോ എടുക്കുമെന്നാണ് ചോദിച്ചത്. നോ പറഞ്ഞവർക്കല്ലേ അപ്പൊ കൊടുക്കണ്ടേ? നോ പറഞ്ഞു. അതെങ്ങനെ ചൂസ് ഔട്ട്കം? നോ ചൂസ് ഔട്ട്കം. പോയിന്റ് കിട്ടിയില്ല എല്ലാവർക്കും. 61% വിന്നേഴ്സ്. പോയിന്റ് കിട്ടി എല്ലാവർക്കും. വിളിക്കുന്നുണ്ടെന്നോ? എടാ വിളിക്കട്ടാ, ഞാൻ വിളിച്ചില്ല ജയിച്ചപ്പം. ഞാൻ തിരിച്ച് ജയിക്കുമ്പോ വിളിച്ചോളാം. ഞാൻ അതുപോലെ ഉണ്ടല്ലോ, മറ്റേ നമ്മൾ തോക്കുമ്പോ ഇരുന്ന് കുണച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ തോക്കുമ്പോ മാസ് അടിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് മറ്റേ അച്ചികളാ. തോറ്റാലും മെസ് അടിക്കണത് അച്ചികളാ. ഞാൻ ജയിക്കുമ്പോ തിരിച്ചു പറഞ്ഞോളാം. ഞാൻ ജയിക്കുമ്പോ തിരിച്ചു പറയും. ഞാൻ ജയിക്കുമ്പോഴേ തിരിച്ചു പറയത്തുള്ളൂ. മറ്റേ തോക്കുമ്പോഴും മെസ് അടിക്കണത് നമുക്ക് നമ്മുടെ ഇത് പോയില്ലേ ടർഫ്. അപ്പൊ തിരിച്ച് നമ്മൾ എടുക്കുമ്പം ഞാൻ തിരിച്ച് മെസ് അടിക്കും. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യും. അല്ലാതെ ഞാൻ മറ്റേ മൊണ്ണാളെ പോലെ തോറ്റാലും മെസ് അടിക്കൂല. പോയിന്റ് കിട്ടിയില്ല. റീഫ്രഷ് ചെയ്ത് നോക്ക്.
വാർച്ചാറ്റ് ഞാൻ വാർച്ചാറ്റ് കണ്ടില്ല നോക്കട്ടെ. എന്താ വാർച്ചാറ്റിലിട്ടെ? ഹലോ പറയൂ. എന്തായിരുന്നു വാർച്ചാറ്റിൽ വന്നേ ബ്രോ? ഞാൻ കണ്ടില്ല. കാണണ്ട, കണ്ടില്ലെങ്കിൽ കാണണ്ട. എന്തിനാ കാണുന്നത് ഇതൊക്കെ? ഒന്ന് എന്ത് വാർച്ചാറ്റ് വന്നതാണെന്നോ? ബാക്ക് അടിച്ച് നോക്കാൻ പോവാന്നോ ഈകളെ? ഞാൻ കാണട്ടെ. എനിക്ക് അതൊക്കെ കണ്ടാലേ ഒരു രസമുള്ളൂ ബ്രോ. എനിക്കതൊക്കെ കുറച്ചും കൂടെ ദേ മേളി. പോടാ കൊട്ടവാസു, എന്തിനാണ് വെറുതെ നിനക്ക് ടർഫ് കിട്ടുവാണെങ്കിൽ നീ എടാ കൊട്ടവാസു, ഇതിന്റെ പേര് നിനക്ക് ടർഫ് കിട്ടുവാണെങ്കിൽ നീ എടുത്തോ. കൊട്ടവാണോ? നമുക്ക് 4 ദിവസം കഴിഞ്ഞ് പിന്നെ ഇവന്റെ കഴ മാറി. ബ്രാവോ, ഇവന് ബാൻ കിട്ടുവോ? ബാനില്ല. ബാൻ കിട്ടത്തില്ല, അതാണ് പ്രശ്നം. ബാൻ കിട്ടത്തില്ല. അണ്ണ ഒരു മിനിറ്റ് അണ്ണ, എൻവിഡിയ ഇത് എക്സിറ്റ് അടിച്ചാണ്. കൺട്രോൾ പാനൽ ഇല്ല ഇതില്. എനിക്ക് മാത്രം അണ്ണാ ആ ക്യാബിനില് മറ്റേ ഗ്രാഫിക്സ് കാർഡിന്റെ സ്വിച്ച് ഇല്ല അണ്ണാ, അത് ആ പ്ലഗ് ഒന്ന് ഊരി ഒന്നുണക്കെ കുത്തി. ലൈവ് പോകാൻ വേണ്ടിട്ട് ലൈവ് പോകത്തില്ല, ഗ്രാഫിക്സ് കാർഡ് ലൈവ് തമ്മിൽ എന്താ ബന്ധം? ഓ തന്നെ അണ്ണാ ഇതൊക്കെ അണ്ണാ ഇത് പോത്തിൽ ചക്കയ്ക്ക് ഒരു കളി കിട്ടുമ്പോ കൊണക്കല്ലേടാ കേട്ടോ. 1 പ്രീവാർ 1 ടർഫ് ലൈവിൽ ഇരുന്ന് കൊണക്കല്ലേ നീ. 3 ഇനിഷ്യൽ 2 പ്രീവാർ 2 വാർ 6 ടർഫ്. ഓടാ നീ കണ്ടിട്ട് ഇറക്ക് വല്ലപ്പോലും ജയിക്കുന്ന V4 വേശി. ബ്രാ, ഈ ടർഫ് റീടർഫ് വെച്ചിട്ട് ഈ തള്ളയോളി നാളെ തന്നെ അടിക്കണേ. ഞാൻ വിളിക്കാൻ പോണേ. എന്തോ അവ ഇട്ടതാണോ ചാറ്റിൽ? ഇത് അമ്മമാരിപ്പോ ഒഫീഷ്യലി സ്റ്റോറി ഇട്ടതാ. ഇതെന്തോ വലിക്കണ്ടേ ഗൈസ്? ഒരു മിനിറ്റ്. ഇത് നാളത്തേക്ക് തന്നെ റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമോ ബ്രാവോ? അത് അവിടെ ടർഫിന്റെ അവര് നോക്കൂടാ. വാടാ ഊത്ത് ശിഖണ്ഡി, നിനക്ക് തരാൻ വാ. ഗൈസ് ഒരു മിനിറ്റ്. എന്താ അതാരാ ഇട്ടത്? അവൻ എന്താ ഇട്ടത്? ഇറ്റാച്ചിയുടെ അച്ഛന്റെ പേരിട്ടാ? ഉറപ്പാണോ? അത് ഇറ്റാച്ചി എന്ന് വിളിച്ചേ? കേട്ടില്ല. നിന്റെ അച്ഛന്റെ പേരാണോ ട്രാക്ക് ചെയ്തവൻ? അണ്ണ എന്റെ അച്ഛന്റെ പേര് അതാണ്. നമ്മളിവിടെ സ്ഥിരം ലൈവിൽ ഞാനും സ്നൈപ്പും കൂടെ ഇരുന്ന് സംസാരിക്കാറുള്ളതാണ്. മനസ്സിലായില്ലേ? അതാ വാർച്ചയിലിട്ടോ? ആ അയ്യോ പോയല്ലോടാ മോനെ. ഡിസ്കോഡ് മ്യൂട്ട് ചെയ്യണോ? ഹലോ ഇല്ല മ്യൂട്ട് ചെയ്യണ്ട. മ്യൂട്ടൊന്നും ചെയ്യണ്ട. കണ്ടി ഇത്ര ഫ്രസ്ട്രേഷനാ നിനക്ക്? അതിന്റെ സ്ക്രീൻഷോട്ട് എല്ലാം ഉണ്ടോടാ? പഴയ ദാമോ? പഴയ ഊത്ത് ശിഖണ്ഡി. അത് സംഭവം എന്താ പറയണ, തന്ത ഇല്ലാത്തവന്മാർക്ക് തന്ത ഉള്ളവരെ കാണുമ്പോ ഒരു ചൊറ വരും. മനസ്സിലായില്ലേ? അത് ശരിയാടാ, അത് സത്യമാണ്. അത് വളരെ ഒരു കാര്യമാണ് അത്. അവന്മാർക്കൊന്നും ചന്തയിൽ പെട കൊടുക്കാൻ തന്ത ഉണ്ടായിരുന്നില്ല. അതാണ് പ്രശ്നം. കൊച്ചിലെ ഇങ്ങനെ വളർന്നു മറ്റേ തീട്ടമായി മാറി. മനസ്സിലായ? എന്താ കണ്ടി നിനക്ക് ഇത്ര ഫ്രസ്ട്രേഷൻ? എടാ ഊത്ത് കണ്ടി, നിനക്ക് എന്താ ഇത്ര ഫ്രസ്ട്രേഷൻ? നിനക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണല്ലോ. ഞാൻ വേറെ കാര്യം പറയാം ഗൈസ്, ഞാൻ പറയാട്ടല്ലോ. ലോകത്ത് ഒരു ഗ്യാങ്ങേ ഉണ്ടാവുള്ളൂ, അതായത് ഒരു മെമ്പറിനെ ഗ്യാങ്ങിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ആഴ്ച വാട്സപ്പും ചെക്ക് ചെയ്യുന്ന ഗ്യാങ്. പേഴ്സണൽ വാട്സപ്പ് ചാറ്റ് സ്ട്രീം ചെയ്ത് ഊത്തണ്ണനെ കാണിച്ചില്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂല. എടാ കണ്ടി പോടാ തീട്ടവേ. അവന് തന്നെ ട്രസ്റ്റ് ഇല്ല അവന്റെ മെമ്പേഴ്സിനെ. മനസ്സിലായ? അവന് മെമ്പേഴ്സിനെ ട്രസ്റ്റ് ഇല്ല. അവനിങ്ങനെ ആഴ്ച പേഴ്സണൽ മറ്റേ ലവറിന് അതെന്തയച്ചെന്ന് ഊത്തണ്ണനെ സ്ട്രീം ചെയ്ത് കാണിച്ചു കൊടുക്കണം. അച്ചിപ്പട്ടി ഹേട്ടടത്തിന്റെ പുറത്തുള്ള പിള്ളേരെ മാത്രം വലിച്ചു വരുത്തിയ ഒരു ഗ്യാങ് തുടങ്ങിയ നീയൊക്കെ നീ എന്ത് മൂഞ്ചനാടാ നീ? ദാമു ഊത്ത് BP ശീകണ്ടി
ഇവിടെ കഴിഞ്ഞോട്ട വാറ വെച്ചപ്പോ അവിടെ ഇരിക്കുന്ന ആരെങ്കിലും തന്തയ്ക്ക് വിളിച്ചോ ഇവിടെ ആരെങ്കിലും? അതൊക്കെ എന്തിനു പരിപാടി കുണ്ണാളെ കാണിക്കണ? ഞാൻ ഒരു കാര്യം പറയട്ടെ, അടിച്ചിട്ട് ജയിച്ചാൽ മിണ്ടാണ്ടങ്ങ് പോവാ. തന്തയ്ക്ക് വിളിച്ചു തുടങ്ങി കഴിഞ്ഞാല് തന്തയില്ലാത്തവന്മാർക്കും കിട്ടും. ഇപ്പോഴേ പറഞ്ഞേക്കാം. ഇപ്പൊ വിളിച്ചത് അങ്ങ് പോട്ടെ, സീനില്ല. സീനില്ല, ഞാൻ ടിക്കറ്റ് അല്ലല്ല, അതല്ല അതല്ല, അല്ലാണ്ട് പറഞ്ഞത്. തന്തയില്ലാത്തവന്മാര് അല്ല, ഇതിനു മുമ്പേ കിടന്ന് കാര്യമില്ല കേട്ടാ. ഇതിനു മുമ്പ് ഈ കൂട്ടത്തിൽ ഒരു കണ്ടി ഇരുന്ന് ലൈവിൽ ഇരുന്ന് മെസ്സേജ് അടിച്ചിട്ട് അവന്റെ വീട്ടിലൊക്കെ ആള് ചെന്നതാ കേട്ടാ. കണ്ടി ബാക്കി എന്നെ കൊണ്ട് പറയിക്കരുത്. ബാക്കി ദേവിയെ തന്നെ കൊണ്ട് ബാക്കി പറയിക്കരുത് കേട്ടല്ലോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ബാക്കി നീയൊക്കെ റീടർഫ് കളിച്ചിട്ട് പോയാ മതിയടാ. നീ ഒന്നുകൂടെ. ഞാൻ മര്യാദക്ക് അത് വിട്ടതാ. നിന്റെയൊക്കെ ആ സ്റ്റോറിയും കണ്ടിട്ട് ഞാൻ വിട്ടതാ. രണ്ടാമത് നിനക്ക് ഏഷ്യനൊക്കെ നീ നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി, എൻ്റെ അടുത്ത് ഇറക്കണ്ട. മനസ്സിലായേ? അതിന് ഫ്രസ്ട്രേഷൻ ഗൈസ്. വീക്കിലി എല്ലാ മെമ്പേഴ്സും ഡിസ്കോഡും വാട്സപ്പും സ്ട്രീം ചെയ്ത് കാണിക്കണം ഇന്നത് ആരെയൊക്കെയാണ്. നിന്റെ ഈ തന്തയിലായ്മ കൊണ്ടാണ് നിന്റെ അകത്തുള്ള ആൾക്കാർ തന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു തന്നത്. മനസ്സിലായ? നീ എന്തൊരു കണ്ടിയാണെന്ന്. അല്ലാതെ ഞാൻ തിരക്കിപ്പോയതല്ല. എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് പറഞ്ഞു തന്നതാണ് നീ അവരെ വളർത്തുന്ന രീതി ഇതാണെന്ന്. ഇവ അങ്ങനെയാ. നീ എന്തിനാണോ നിന്റെ ഗേൾഫ്രണ്ടിന് ഉമ്മ കൊടുത്ത? നീ വേല ഇനി തീപ്പൊടി തന്നെ നിനക്ക് സ്ലോട്ടില്ല. നീ ലവറിന് ഉമ്മ കൊടുക്കണം. എന്തൊക്കെ കോമഡിയാ. എടാ ഊത്തേ, ഇതിനെ കുറിച്ച് ഇങ്ങനെ ഇപ്പോഴാണ് അറിയുന്നേ. കഴ നീയൊക്കെ റീടർഫ് കളിച്ചിട്ട് അതെടുത്തിട്ട് പോയാൽ മതി. നീയൊക്കെ ഇനി ടർഫ് എടുത്താലും നിന്നെയൊക്കെ ഇത് തന്നെ നിങ്ങളെ അടിച്ചെടുക്കുക എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. 4 ദിവസം നിന്റെ കൂടി പോയാൽ നിന്റെ ഇരിക്കുള്ളത്. മനസ്സിലായ? 4 ദിവസം. സിറ്റിയിലുണ്ടോ ഈ ഷിഗണ്ടുകള്? നമ്മുടെ സിറ്റിയിലുണ്ടോ? അറിഞ്ഞൂടാ. എനിക്കൊന്നും കേറാൻ പറ്റണല്ലോ എനിക്ക്. ഇത് ഇനി കയറുന്നില്ലെങ്കിൽ ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്ത് ചെക്ക് ചെയ്യാൻ നോക്കേണ്ടി വരും. പക്ഷെ ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്താൽ PC റീസ്റ്റാർട്ട് ആക്കേണ്ടി വരും. അവര് പിന്നെ സിറ്റി കാണാൻ ചാൻസ് വളരെ കുറവാണ്. അമ്മ കേറത്തില്ലല്ലോ പേടിച്ച് തൂർത്തിട്ടങ്ങള്. ഇത് എന്തൊരു അവസ്ഥയാ ഗൈസ്. ഇത് എന്തൊരു കഷ്ടമാണെന്ന് പറ. പുല്ല് പിടിക്കാൻ എല്ലാം കറക്റ്റായിട്ട് തലയിലോട്ട് ഇത് വേണമെങ്കിൽ ഫയം ഒന്ന് റീഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. വലിയ കാര്യം ഉണ്ടാവാൻ തോന്നുന്നില്ല ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്ത്. റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരത്തില്ലല്ലോ ഡ്രൈവർ അപ്ഡേറ്റ് കഴിഞ്ഞാൽ? അല്ല, ഒരു മിനിറ്റ്. അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത സമയത്ത് എൻവിഡിയ ഇത് കണ്ടില്ല. ഒന്ന് സെർച്ച് ചെയ്താണ് എൻവിഡിയ കണ്ട. ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ജിഫോഴ്സ് അണ്ണ അത് വേണോ അണ്ണ? അതുകൊണ്ടാണ്. ഒരു കാര്യം ഞാൻ ഇപ്പൊ തരാം. അതിന് റീസ്റ്റാർട്ട് ഒന്നും വേണ്ട. ഞാൻ ജിഫോഴ്സ് എക്സ്പീരിയൻസ് ഡൗൺലോഡ് ചെയ്യാൻ വെയിറ്റ്. നെറ്റ് ഒന്ന് ശരിയാക്കി തരുമോ? ഈ ഏഷ്യാനെറ്റിന്റെ ആ സർവറിന് എന്താ പ്രശ്നം എനിക്കറിയത്തില്ല. അവർ ജയിച്ചു ബ്രോ. ജസ്റ്റ് അക്സെപ്റ്റ് ദേ ആർ ബെറ്റർ ദാൻ യുവർ പ്ലേയേഴ്സ് ബ്രോ. ഈ ബെറ്റർ അവരെക്കാൾ ബെറ്റർ ആയതുകൊണ്ടാണ് നമ്മള് അടിച്ചെടുത്തത് കഴിഞ്ഞ ആഴ്ച. അതുകൊണ്ടാണ് നമ്മളത് ഒരാഴ്ച ഹോൾഡ് ചെയ്തത്. മനസ്സിലായ? പീഡിയുടെ എന്നൊന്നും തല്ല് മേടിക്കേണ്ട ഗതികേട് എന്തായാലും നമുക്ക് ടിവിയുടെ ഗ്യാങ്ങിന് ഇതുവരെ വന്നിട്ടില്ല. വേറൊരു കാര്യം ഒന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഊത്തിനൊക്കെ ഫാൻ ബേസ് ഇത്രയും പൊങ്ങി വരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വേറൊരു കാര്യം, രണ്ടാമത്തെ കാര്യം, ഇവന്മാരെ നമ്മൾ ഓടിച്ചിട്ട് തല്ലി തന്നെയാണ് അടിച്ചെടുത്തത്. അല്ലാതെ അവന്മാർ ഗിഫ്റ്റ് തന്നതല്ല ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച. മനസ്സിലായ?
അടിച്ചെടുത്തതാണ് ഞങ്ങൾ അടിച്ചെടുത്താണ്. നീ ഈ പറഞ്ഞ ബെറ്റർ പ്ലേയേഴ്സിനെ ഞങ്ങൾ അടിച്ചെടുത്തതാ, കരഞ്ഞ് തൂറി മെഴുകിയതല്ല, മനസ്സിലായ? നമ്മൾ അടിച്ച് മേടിച്ചതാണത്. നമ്മൾ മേടിച്ച് നമ്മളെ കയ്യിൽ ഇത് 3 ദിവസം, കാരണം സിറ്റിയുടെ മെയിൻ്റെനൻസ് വന്നുകൊണ്ട് ഞങ്ങൾക്ക് അധികം ദിവസം ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഇതാകെ ഞങ്ങൾക്ക് കിട്ടിയിട്ട് 3 ദിവസം 4 ദിവസം എന്തോ ആയുള്ളൂ. ഈ 4 ദിവസത്തിൽ തന്നെ അടുത്ത ടർഫ് വന്നു. അടുത്ത ടർഫ് വന്നതുകൊണ്ട് ഇതായി, മനസ്സിലായോ? അത്രേ ഉള്ളൂ. പിന്നെ നീയൊക്കെ ഈ ഒരു മാസമായാലുള്ള ഗ്യാങ് പോലും തുടങ്ങിയിട്ട്, അതുകൊണ്ട് നിനക്കൊന്നും വലിയ കഥകൾ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിന് മുമ്പത്തെ കഥ പറഞ്ഞുതരാം. ഞങ്ങൾ ഇവന്മാരുടെ നിന്ന് ഇത് അടിച്ചെടുത്തതാണ് ഓൾറെഡി. ഇത് അടിച്ചെടുത്ത സമയത്ത് ഇവന്മാർ ഞങ്ങൾ വാക്കിംഗ് സ്റ്റൈൽ മാറ്റിയെന്ന് പറഞ്ഞ് കരഞ്ഞ് തൂറി മെഴുകി VC പോയിരുന്ന 1.5 മണിക്കൂർ കരഞ്ഞ് കഴിവ് മേടിച്ചോണ്ട് പോയതാണ് അവൻ, മനസ്സിലായ? അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങളിൽ വെറുതെ തലയിടാൻ നിൽക്കരുത്, ദയവ് ചെയ്ത്. അറിയുന്ന സമയത്ത് സംസാരിക്കുക. ഞാൻ ഇന്ന് FRP വലിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് അവൻ മറ്റേ വേശി അണ്ടി എന്നൊക്കെ പറഞ്ഞ് മറ്റേ സ്റ്റോറി ഇട്ടുകൊണ്ടാണ് ഞാൻ ഇത് FRP വലിച്ചു കൊടുത്തത്. അല്ലാതെ എനിക്ക് FRP വലിച്ചു കൊടുക്കാൻ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അത്രയ്ക്ക് വർത്താനം പറഞ്ഞ് നമ്മുടെ കൂട്ടത്തിലെടുത്തിട്ട് തന്തയ്ക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ വെറുതെ വിടണോ? ജസ്റ്റ് ഷീറ്റ് PDയുടെ ഒന്ന് മേടിച്ചതല്ലേ അത് അക്സെപ്റ്റ് ചെയ്യാം. ക്യാൻസൽ ചെയ്തിട്ടാണോ? ഞാൻ ഇവിടെ വേറെ ഒരു ഗ്യാങ്സിന്റെ പേര് പറഞ്ഞിട്ടില്ലേ ഗൈസ്. ഞാൻ പറഞ്ഞത് ഞാൻ അല്ലാതെ പറഞ്ഞത് കുറെ എണ്ണം പീഡിക്കകത്ത് കളിക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ വേറൊരു രീതിയിൽ അത് എടുക്കല്ലേ. കൺവേർട്ട് ആയില്ലേ, കൺവേർട്ട് ചെയ്യല്ലേ പ്ലീസ്. പിന്നെ ഹേർട്ടായെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ലേ. ഇതെന്താ കോഡ് വന്നില്ലല്ലോ എനിക്ക് ഇതുവരെ. അത് അല്ലല്ല ഇതാടാ ഒതന്റിക്കേറ്റർ അല്ല. ഒരു സെക്കൻഡ് ഒതന്റിക്കേറ്ററുള്ള കോഡാ. ഇത് ഏതായിരുന്നു? എണ്ണ ചില്ലല്ലേ? ഞാൻ ചില്ല, സീനൊന്നും ഇല്ല, നമുക്ക് അടിച്ചെടുക്കാം. എടാ ഇത് ബ്ലിങ്ക് എടാ. ഹലോ നിങ്ങളെ മറ്റേ FRP കേസ് എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യണേ കേട്ടോ. ഓക്കെ അബ്യൂസ് ചെയ്തത് FRP അല്ലടാ ടർഫിനകത്ത്, പിന്നെന്തു? അത് FRP ആണ്. അതിന്റെ ഇതിന് ഇത് റിവോക്ക് ആവുമെന്നുള്ളതോ? അതെ അത് റിവോക്ക് ആയില്ലേലും അടിച്ചെടുത്തിട്ട് ഞാൻ അവരാധിക്കത്തുള്ളൂ. അടിച്ചെടുത്തിട്ട് ഞാൻ അവരാധിച്ചോളാം. അടിച്ചെടുത്തിട്ട് ഞാൻ അവരാധിക്കത്തുള്ളൂ. ബാക്കി റീഇൻസ്റ്റോളോ